വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് മിഠായി രൂപത്തിലുള്ള ലഹരിയുമായി 3 പേരാണ് പിടിയിലായത്. വട്ടപ്പാറയിലെ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിന്റെ വിലാസത്തിലാണ് ലഹരി മിഠായി പാഴ്സലായി എത്തിയത്. കായംകുളത്ത് MSM കോളേജിന് സമീപത്ത് നിന്ന് MDMAയുമായി പിടിയിലായ യുവാക്കളും വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെത്തിയവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മിഠായി രൂപത്തിലുള്ള ലഹരി മരുന്നുമായി 3 തമിഴ്നാട് സ്വദേശികളാണ് നെടുമങ്ങാട് അറസ്റ്റിലായത്. പ്രശാന്ത്, ഗണേഷ്, മാർഗ എന്നിവരെയാണ് പിടികൂടിയത്. വട്ടപ്പാറയിലെ സ്വകാര്യ ബോയ്സ് ഹോസ്റ്റലിന്റെ വിലാസത്തിലെത്തിയ പാഴ്സലിൽ നിന്നാണ് കറുപ്പ് നിറത്തിലുള്ള 105 ലഹരി മിഠായികൾ കണ്ടെത്തിയത്. ഈ പാഴ്സൽ വാങ്ങുന്നതിനിടെ രാത്രി 8 മണിയോടെയാണ് പ്രതികളെ പിടിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ടൈൽസ് ജോലി ചെയ്യുന്ന പ്രതികൾ ബോയ്സ് ഹോസ്റ്റലിനു സമീപം വാടക വീട്ടിലാണ് താമസം. റൂറൽ SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആപ്പ് സംഘം നടത്തിയ പരിശോധനയിലാണ് ലഹരി മിഠായി പിടിച്ചത്. ടെട്രാ ഹൈഡ്രോ കനാമിനോൾ എന്ന ലഹരി വസ്തുവാണ് മിഠായിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ചരസ് മിഠായി, ഗഞ്ച ടോഫി എന്നെല്ലാമാണ് ഇതിന്റെ വിളിപ്പേര്. സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ലഹരി മിഠായികൾ എന്നാണ് പോലീസ്. കായംകുളത്ത് MSM കോളേജിന് സമീപത്ത് നിന്ന് MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. ബംഗളൂരുവിൽ നിന്നും കായംകുളം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ കരുനാഗപ്പള്ളി സ്വദേശി റീഗൽ രാജ്, മൈനാഗപ്പള്ളി സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. 23 ഗ്രാം MDMA ഇവരിൽ നിന്ന് കണ്ടെടുത്തു. വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ എത്തിച്ചതാണ് ലഹരിമരുന്നെന്ന് സംശയിക്കുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ 31 ഗ്രാം ഹെറോയിനുമായി യുവാവ് പിടിയിലായി. ഐക്കരപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് നിഷാദ് പിടിയിലായത്. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് വളർത്തിയ യുവാവ് ചടയമംഗലം എക്സൈസിന്റെ പിടിയിലായി. കടയ്ക്കൽ സ്വദേശി സുധീഷാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് 2 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. സ്വന്തം ഉപയോഗത്തിനായാണ് കഞ്ചാവ് ചെടി വളർത്തിയതെന്നാണ് ഇയാൾ നൽകിയ മൊഴി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.